ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഈ ഓണത്തിന് ഡാർക്ക് ഫാന്റസിയായി ചേർന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഡാർക്ക് ഫാന്റസി ഉണ്ണിയപ്പം. ട്രഡീഷണൽ ഉണ്ണിയപ്പത്തിൽ നിന്നും വ്യത്യസ്തമായി ചോക്ലേറ്റ് ട്വിസ്റ്റ് ആണ് ഈ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ഫാന്റസി 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ബിസ്ക്കറ്റ് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് പൊടിക്കാനായിട്ട് നമുക്ക് ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ള് ബേക്കിംഗ് സോഡയും, പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 പാളയംതോടൻ പഴം എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര പാനി കാച്ചിയിട്ട് അരിച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 മിനിറ്റ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ഞാൻ 1/2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇനി നമുക്ക് ബിസ്ക്കറ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്യാനുണ്ട്. ഇതിവിടെ നല്ലതുപോലെ അടിച്ച് മിക്സ് ആയിട്ടുണ്ട്. ഇതിവിടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റിന്റെ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ണിയപ്പത്തിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ ബാറ്റർ ഇനി ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പൊടിച്ച ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് ചേർത്ത ശേഷം കണ്ടോ, നല്ല ഒരു ചോക്ലേറ്റി കളറാണ് ഈ ബാറ്ററിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു മണവും വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഈ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ ഇത് ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇതിവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെസമി സീഡും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലെ ചുടുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഈ സെസമി സീഡ് ചേർക്കാവൂ കേട്ടോ. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് ഈ മാവ് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇനി ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എണ്ണ നമ്മൾ കുഴി നഖക്കെ ഒഴിക്കണം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മാവ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം റെഡിയായി വരുമ്പോൾ ഇത് തന്നെ ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് വിട്ടുവരും. പിന്നെ മാവ് നല്ലതുപോലെ ഒരു സൈഡ് വെന്ത ശേഷം മാത്രമേ നമ്മൾ മറിച്ചിടാവൂ, അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ബൾജ് ചെയ്ത് വരും. ഇതുപോലെ എല്ലാം റെഡിയായ ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, എണ്ണയിൽ നിന്ന്
ഇത് ഇളകി വരും. ഈസി ആയിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റും. രണ്ട് സൈഡ് നല്ലതുപോലെ വെന്ത ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, ഇപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെ തന്നെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ മാറ്റങ്ങൾ വരുത്തി സ്നാക്സ് തയ്യാറാക്കാവുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ.